എല്ലാവർക്കും സ്വാഗതം. പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷൻ എന്ന ചാപ്റ്ററിലെ 9ാമത്തെ പാർട്ടാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ മെൻഡലിൻ്റെ പ്രിൻസിപ്പിൾസ് ഓർ ലാസ് ഓഫ് ഇൻഹെറിറ്റൻസ്, അതായത് ഫസ്റ്റ് ലാ, ദാറ്റ് ഈസ് ലോ ഓഫ് ഡോമിനൻസ്, സെക്കൻഡ് ലാ ഓഫ് സെഗ്രിഗേഷൻ, ഈ നിയമങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇന്നിവിടെ പ്രധാനമായും ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ജെനറ്റിക്സ് എന്ന യൂണിറ്റിലെ പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷൻ എന്ന ചാപ്റ്ററാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ ഹെറിഡിറ്റി, വേരിയേഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അതുപോലെ തന്നെ മെൻഡൽസ് ലാസ് ഓഫ് ഇൻഹെറിറ്റൻസ് നമ്മൾ പഠിക്കുകയുണ്ടായി. ഫാദർ ഓഫ് ജെനറ്റിക്സ് ഗ്രിഗർ ജോഹാൻ മെൻഡലാണെന്ന് നമ്മൾ പഠിച്ചു. Then Gregor Mendel conducted hybridization experiments on garden peas for 7 years, that is 1856 to 1863. അതായത് 7 years അദ്ദേഹം എക്സ്പെരിമെൻറ്റ്സ് കണ്ടക്ട് ചെയ്തതായിട്ട് നമ്മൾ പഠിക്കുകയുണ്ടായി. പിന്നീട് അദ്ദേഹം 7 pairs of contrasting traits in pea plants ആണ് പ്രധാനമായിട്ടും സ്റ്റഡി ചെയ്തത്. 7 pairs, സ്റ്റെം ഹൈറ്റ്, ടോള്, ഡോർഫ്, ഫ്ലവർ കളർ വയലറ്റ് വൈറ്റ്, ഫ്ലവർ പൊസിഷൻ ആക്സിയൽ ടെർമിനൽ, പോട്ട് ഷേപ്പ്, പോട്ട് കളർ, സീഡിൻ്റെ ഷേപ്പ് റൗണ്ട് റിങ്കിൾഡ്, സീഡ് കളർ യെല്ലോ ഗ്രീൻ, അങ്ങനെ 7 pairs ഓഫ് കൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സും 14 ട്രേറ്റ്സും ഒക്കെ നമ്മൾ പറയുകയുണ്ടായി. പിന്നെ അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് എക്സ്പെരിമെൻ്റ് ഇൻഹെറിറ്റൻസ് ഓഫ് 1 ജീനാണ്. ഒരു ക്യാരക്ടറാണ് അദ്ദേഹം ആദ്യം എക്സ്പെരിമെൻറ്റിന് വിധേയമാക്കിയത്. അത് ഹൈറ്റാകാം. ഹൈറ്റിൽ തന്നെ 2 ട്രേറ്റ് ഉണ്ട്, ഡോർഫും ഉണ്ട്, ടോളും ഉണ്ട്. പിന്നെ സീഡ് പറയുകയാണെന്നുണ്ടെങ്കിൽ അത് ഷേപ്പ് റൗണ്ട് ആകാം, റിങ്കിൾഡ്, സീഡ് കളർ യെല്ലോ ഗ്രീൻ. അങ്ങനെയുള്ള ക്യാരക്ടേഴ്സാണ് അദ്ദേഹം ആദ്യം ഇൻഹെറിറ്റൻസ് ഓഫ് 1 ജീൻ, അതാണ് അദ്ദേഹം ആദ്യം പഠന വിധേയമാക്കിയത്. പിന്നെ അദ്ദേഹം എക്സ്പെരിമെൻ്റ് നടത്തിയ സന്ദർഭത്തിൽ ഫാക്ടർ എന്ന് പറയുന്ന ടേമിനെ കുറിച്ച് നമ്മൾ പഠിക്കുകയുണ്ടായി. അതായത് ചില ഘടകങ്ങൾ ഇൻഹെറിറ്റ് ചെയ്യുന്നതായിട്ട് അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ സാധിച്ചു. അദ്ദേഹം അതിനെ ഫാക്ടർ എന്ന പേരിലാണ് അറിയപ്പെട്ടത്. പിന്നീടാണ് അത് ജീൻസ് എന്ന പേരിൽ അറിയുന്നത്. ജീൻസ്, ദാറ്റ് ഇസ് ദ യൂണിറ്റ് ഓഫ് ഇൻഹെറിറ്റൻസ്. പിന്നെ അലീൽ, അതുപോലുള്ള ടേംസുകൾ നമ്മൾ പരിചയപ്പെടുകയുണ്ടായി. That is, the genes which code for a pair of contrasting traits are known as alleles. They are slightly different forms of the same gene. അത് നമ്മൾ ക്യാപിറ്റൽ ടി, സ്മാൾ ടി, അങ്ങനെയൊക്കെയുള്ള ജീനോടൈപ്പൊക്കെ നമ്മൾ പഠിക്കുകയുണ്ടായി. അപ്പോൾ ഒരു അലീൽ എന്ന് പറയുമ്പോഴത്തേക്കും അത് പെയറായിട്ടാണ്, ജോഡിയായിട്ട് കാണപ്പെടുന്നതെന്നൊക്കെ നമ്മൾ പഠിക്കുകയുണ്ടായി. അതായത് ക്യാപിറ്റൽ ടിയുടെ മറ്റൊരു രൂപമാണ് സ്മാൾ ടി, അതാണ് നമ്മൾ അലീൽ എന്ന് പറയുന്നത്. സ്ലൈറ്റ്ലി ഡിഫറൻറ്റ് ഫോംസ് ഓഫ് ദി സെയിം ജീൻ. അപ്പം ജീൻ ആണ് യൂണിറ്റ് ഓഫ് ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പാരമ്പര്യമായി പ്രേഷണം ചെയ്യപ്പെടുന്ന ഒരു ഘടകം, അടിസ്ഥാന ഘടകം. പക്ഷേ മെൻഡൽ അതിന് യൂസ് ചെയ്ത ടേം ഫാക്ടർ എന്നാണ്. ആ ഫാക്ടറാണ് പിന്നീട് ജീൻ എന്ന പേരിൽ അറിയപ്പെട്ടത്. പിന്നെ ടോൾ, ഡോർഫ്. അപ്പോൾ ടോൾ എന്നുള്ളതിന് ടി ആണ് കൊടുത്തത്, പക്ഷേ ഡോർഫ് എന്നുള്ളതിന് ഡി കൊടുത്തില്ല. കാരണം എന്താണ്, ഒന്നിൻ്റെ തന്നെ മറ്റൊരു രൂപമായതുകൊണ്ടാണ് നമ്മൾ സ്മാൾ ടി എന്ന് കൊടുത്തത്. അതൊക്കെ നേരത്തെ പഠിച്ചതാണ്. പിന്നെ മോണോ ഹൈബ്രിഡ് ക്രോസ് ആണ് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ എക്സ്പെരിമെൻ്റ് എന്ന് പറയുമ്പോഴത്തേക്കും 1 pair ഓഫ് കോൺട്രാസ്റ്റിംഗ് ട്രേറ്റ്സ് ആണ്. അപ്പോൾ റേഷ്യോയൊക്കെ നമ്മൾ പഠിച്ചതാണ്. ജീനോറ്റിപ്പിക് റേഷ്യോ, ഫീനോറ്റിപ്പിക് റേഷ്യോ, 3:1 ആണെന്നും ഫീനോറ്റിപ്പിക് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ അപ്പിയറൻസിൽ ആ പ്ലാന്റ് കണ്ടു കഴിഞ്ഞാൽ എത്ര പേര് ഹൈറ്റ് ഉണ്ട്, എത്ര പേര് ഡോർഫുണ്ട്, പൊക്കം കുറഞ്ഞവരെത്രയാണ്, പൊക്കം കൂടിയവരെത്രയാണ്, അങ്ങനെ പറയുന്നതാണ് നമ്മൾ ഫീനോടൈപ്പ് എന്ന് പറയുന്നത് അപ്പിയറൻസിൽ. പിന്നെ ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ആൻ ഓർഗാനിസമാണ് ദാറ്റ് ജീനോടൈപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് 1:2:1 റേഷ്യോ കിട്ടിയ കാര്യമൊക്കെ നമ്മൾ പഠിക്കുകയുണ്ടായി. പിന്നെ ഹെട്രോസൈഗസ്, ഹോമോസൈഗസ്, അങ്ങനെയുള്ള ടേംസ് എല്ലാം നമ്മൾ പരിചയപ്പെട്ടു.
പിന്നീട് മറ്റ് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് നമ്മൾ ജീനോടൈപ്പ് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രത്യേക സംവിധാനമാണ് പന്നറ്റ് സ്ക്വയർ എന്നറിയപ്പെടുന്നത്. പന്നറ്റ് സ്ക്വയർ എങ്ങനെ ഡിഫൈൻ ചെയ്യാൻ ചോദിച്ചാൽ, ഇറ്റ് വാസ് ഡെവലപ്ഡ് ബൈ എ ബ്രിട്ടീഷ് ജനറ്റിസിസ്റ്റ്. അദ്ദേഹത്തിൻ്റെ പേരെന്താണ്? റെജിനോൾഡ് സി പന്നറ്റ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ് ഡെവലപ്പ് ചെയ്തത്. ഇറ്റ് ഈസ് എ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ടു കാൽക്കുലേറ്റ് the probability of all possible genotypes of offsprings in a genetic cross. ഇപ്പോൾ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഗ്യാമേറ്റ്സിനെ ആ പ്രത്യേക സ്ക്വയറൊക്കെ വരച്ചതിന് ശേഷം ഒരു സൈഡിന് ഗ്യാമേറ്റ്സ്, ഒരു സൈഡിന് മെയിൽ ഗ്യാമേറ്റും ഒരു സൈഡ് ഫീമെയിൽ ഗ്യാമേറ്റും ഒക്കെ എഴുതിക്കൊണ്ട് ക്രോസ് ചെയ്ത് ആ പോസിബിൾ ജീനോടൈപ്പ് അടുത്തത് ഉണ്ടാകാൻ സാധ്യതയുള്ള അടുത്ത ജനറേഷൻ്റെ കുഞ്ഞുങ്ങളുടെ അടുത്ത പ്ലാന്റിൻ്റെ, അതാണ് ഓഫ് സ്പ്രിങ്സ് എന്ന് പറയുന്നത്, അവയുടെ ജീനോടൈപ്പ് കണ്ടെത്തുന്നതിന് റെജിനോൾഡ് സി പന്നറ്റ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് ഡെവലപ്പ് ചെയ്ത എന്താണ് ഈ പന്നറ്റ് സ്ക്വയർ എന്ന് പറയുന്നത്, ഡെവലപ്ഡ് ബൈ ബ്രിട്ടീഷ് ജനറ്റിസിസ്റ്റ്. അപ്പോൾ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനാണ്. ഇതിനു വേണ്ടിയാണ് ടു കാൽക്കുലേറ്റ് ദി പ്രോബബിലിറ്റി ഓഫ് ആൾ പോസിബിൾ ജീനോടൈപ്സ് ഓഫ് ഓഫ് സ്പ്രിങ്സ് ഇൻ എ ജനറ്റിക് ക്രോസ്. അപ്പോൾ ജീനോടൈപ്പ് കണ്ടുപിടിക്കുന്നതിനുള്ള ഒരു സംവിധാനമാണ് ജനറ്റിക് ക്രോസ് നടത്തുമ്പോഴത്തേക്ക്. അതാണ് പന്നറ്റ് സ്ക്വയർ എന്ന് പറയുന്നത്. അത് അങ്ങനെയൊക്കെയുള്ള നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുകയുണ്ടായി. പിന്നീട് നമ്മൾ ടെസ്റ്റ് ക്രോസ്, ബാക്ക് ക്രോസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുകയുണ്ടായി. അപ്പോൾ എന്തിനായിരുന്നു നമ്മൾ ടെസ്റ്റ് ക്രോസ് കണ്ടെത്തിയത്? ടു ഫൈൻഡ് ഔട്ട് ദി അൺനോൺ ജീനോടൈപ്പ്. F1 ഹൈബ്രിഡിനെ റിസസീവ് പേരൻറ്റുമായിട്ട് ക്രോസ് ചെയ്യുന്നതാണ് നമ്മൾ ടെസ്റ്റ് ക്രോസിൽ കണ്ടെത്തിയത്. അപ്പോൾ ആ ഒരു പ്ലാന്റിൻ്റെ ജീനോടൈപ്പ് അറിഞ്ഞുകൂടാ എങ്കിൽ കണ്ടെത്തുന്നതിനുള്ള ഒരു സംവിധാനമായിട്ടാണ് ഉപയോഗിക്കുന്നത്? ടെസ്റ്റ് ക്രോസ് ഉപയോഗിക്കുന്നത്. ഇനി ബാക്ക് ക്രോസിൽ എങ്ങനെയാണ് F1 ഹൈബ്രിഡിനെ ക്രോസ് വിത്ത് എനി വൺ ഓഫ് ദി പേരൻറ്റ്, ഏത് പേരൻറ്റുമായിട്ട് വേണമെങ്കിലും ക്രോസ് ചെയ്യുന്ന ഒരു സംവിധാനമാണ് ബാക്ക് ക്രോസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുകയുണ്ടായി. അപ്പോൾ ഈ മെൻഡൽ നടത്തിയ എക്സ്പെരിമെൻറ്റ് ബേസ്ഡ് ഓൺ ഹിസ് ഒബ്സർവേഷൻ ഓൺ മോണോ ഹൈബ്രിഡ് ക്രോസ്, മെൻഡൽ പ്രപ്പോസ്ഡ് ടു ജനറൽ റൂൾസ് ടു കൺസോളിഡേറ്റ് ഹിസ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ഇൻഹെറിറ്റൻസ് ഇൻ മോണോ ഹൈബ്രിഡ് ക്രോസ്. അപ്പോൾ അദ്ദേഹം നടത്തിയ എക്സ്പെരിമെൻ്റ് നിന്ന് അദ്ദേഹം ചില നിഗമനങ്ങളിൽ എത്തിച്ചേരുകയാണ്, ചില നിയമങ്ങൾ അദ്ദേഹം കണ്ടെത്തുകയാണ്. അപ്പോൾ ആ റൂൾസാണ് പിന്നീട് ഇപ്പോൾ അറിയപ്പെടുന്നത് പ്രിൻസിപ്പിൾസ് ഓർ ലാസ് ഓഫ് ഇൻഹെറിറ്റൻസ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇത് ഫസ്റ്റ് ലാ ദർ ഈസ് ദ ലാ ഓഫ് ഡോമിനൻസ് ആണ്, പ്രകട സ്വഭാവ നിയമം എന്ന പേരിൽ അറിയപ്പെടും. സെക്കൻഡ് ലാ എന്ന് പറയുമ്പോഴത്തേക്ക് ലാ ഓഫ് സെഗ്രിഗേഷൻ അല്ലെങ്കിൽ ലാ ഓഫ് പ്യൂരിറ്റി ഓഫ് ഗാമേറ്റ്സ്, ലിംഗകോശങ്ങളുടെ സംശുദ്ധതാ നിയമം. ഇതാണ് നമുക്കിനി പ്രധാനമായിട്ടും പഠിക്കാനുള്ളത്. മെൻഡലിൻ്റെ ലാ, അദ്ദേഹം നടത്തിയ എക്സ്പെരിമെൻറ്റിൽ കൂടി അദ്ദേഹം എത്തിയ ചില കൺക്ലൂഷൻ, ചില നിയമങ്ങളിൽ എഴുതിയുണ്ടാക്കുകയാണ്. പിൽക്കാലത്ത് ആ നിയമങ്ങൾ അറിയപ്പെട്ട അത് എങ്ങനെയാണ്? ലാ ഓഫ് ഡോമിനൻസ്, ലാ ഓഫ് ഇൻഹെറിറ്റൻസ്, അതാണ് ഫസ്റ്റ് ലാ. അതിൽ വരുന്നതാണ് ലാ ഓഫ് ഡോമിനൻസ്. സെക്കൻഡ് ലാ ഓഫ് സെഗ്രിഗേഷൻ. നമ്മൾ ഗ്രിഗർ ജൊഹാൻ മെൻഡലിൻ്റെ ഫസ്റ്റ് ലാ, അതായത് ലാ ഓഫ് ഡോമിനൻസ് ആണ് നമ്മൾ പറയുന്നത്. ഇതിൻ്റെ ഫസ്റ്റ് പോയിൻ്റ് ഇതാണ്: ക്യാരക്ടേഴ്സ് ആർ കൺട്രോൾഡ് ബൈ ഡിസ്ക്രീറ്റ് യൂണിറ്റ്സ് കോൾഡ് ഫാക്ടേഴ്സ്. ഇപ്പോൾ ക്യാരക്ടേഴ്സ്, ട്രെയ്റ്റ്സ് ഒക്കെ നമ്മൾ പഠിച്ചതാണ്, സ്വഭാവങ്ങൾ. ഇപ്പോൾ ഹൈറ്റ്, ഷേപ്പ്, സീഡിൻ്റെ ഷേപ്പ്, കളറൊക്കെ നമ്മൾ പറഞ്ഞായിരുന്നു. അപ്പോൾ ആ ക്യാരക്ടേഴ്സിനെയൊക്കെ കൺട്രോൾ ചെയ്യുന്നത് ആ യൂണിറ്റിന് പറയുന്ന പേരെന്താണ്? അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ഫാക്ടേഴ്സ് എന്നാണ്. അതാണ് ഒരു പോയിൻ്റ് ലാ ഓഫ് ഡോമിനൻസിൽ. ഇനി ലാ ഓഫ് ഡോമിനൻസിലെ അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം പോയിൻ്റ് പറയുന്നത് ഫാക്ടേഴ്സ് ഒക്കർ ഇൻ പെയേഴ്സ്. എപ്പോഴും ജോഡിയായിട്ടാണ് ഈ ഫാക്ടേഴ്സ് കാണപ്പെടുന്നത്. നമ്മൾ അലിയിൽ പറഞ്ഞായിരുന്നല്ലോ. എന്തായിരുന്നു അലിയിൽ പഠിച്ചപ്പോഴത്തേക്കും നമ്മൾ പറഞ്ഞത്? നിങ്ങളത് ഡിഫൈൻ ചെയ്യാനും ഒക്കെ പഠിച്ചതാണ് അലിയിലെന്ന് പറയുന്നത്. എന്താണ്? ദേ ആർ സ്ലൈറ്റ്ലി ഡിഫറൻറ്റ് ഫോംസ് ഓഫ് ദി സെയിം ജീൻ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അലിയിലെന്ന് പറയുന്നത് സ്ലൈറ്റ്ലി ഡിഫറൻറ്റ് ഫോംസ് ഓഫ് ദി സെയിം ജീൻ. ഇപ്പോൾ ജീൻ എന്ന് പറയുമ്പോഴത്തേക്കും യൂണിറ്റ് ഓഫ് ഇൻഹെറിറ്റൻസ് ആണ്. അതാണ് പിന്നീട് ജീൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്, ഈ ഫാക്ടേഴ്സ്. അപ്പോൾ ഇവിടെ അദ്ദേഹം പറയുന്നത് ഫാക്ടേഴ്സ് ഒക്കർ ഇൻ പെയേഴ്സ്.
നിങ്ങൾ ആ ഡയഗ്രാം നോക്കിക്കഴിഞ്ഞാൽ കാണാൻ കഴിയും, നമ്മൾ പഠിച്ചതാണ്. ക്യാപിറ്റൽ ടി ഹോമോസൈഗസ് ഡോമിനൻ്റ് പ്ലാന്റാണ്. സ്മാൾ ടി ഹോമോസൈഗസ് റിസസീവാണ്. അപ്പോൾ ആ പ്ലാന്റിൽ അതിൻ്റെ അലീൽസ് എങ്ങനെയാണ് കാണപ്പെടുന്നത്? ഫാക്ടർ അത് ജോഡിയായിട്ടാണ് കാണപ്പെടുന്നത്. ക്യാപിറ്റൽ ടി എന്ന് പെയറായിട്ട് ജോഡിയായിട്ട് കാണപ്പെടുന്നു എന്നാണ് പറയുന്നത്. ഫാക്ടേഴ്സ് ഓക്കർ ഇൻ പെയേഴ്സ്. നേരെ മറിച്ച് ഹെട്രോസൈഗസ് കണ്ടീഷനിലാണെങ്കിലോ ക്യാപിറ്റൽ ടി സ്മാൾ ടി അതും ജോഡിയായിട്ട് തന്നെയാണ് കാണപ്പെടുന്നത്. അപ്പോൾ ഫാക്ടേഴ്സ് എപ്പോഴും എങ്ങനെ കാണപ്പെടുന്നു? ഓക്കർ ഇൻ പെയർ. അതാണ് രണ്ടാമത്തെ പോയിന്റ്. ഇനി ലോ ഓഫ് ഡോമിനൻസിലെ അടുത്ത പോയിന്റ് പറയുന്നത്, ഇൻ എ ഡിസിമിലർ പെയർ ഓഫ് ഫാക്ടേഴ്സ് വൺ മെമ്പർ ഓഫ് ദി പെയർ ഡോമിനൻറ്റ് ദി അതർ റിസസീവ്. ഡിസിമിലർ പെയർ ഏതായിരിക്കും? നമ്മൾ ആ ഡയഗ്രത്തിൽ ഏതായിരിക്കും? ഹെറ്ററോസൈഗസ് കണ്ടീഷനാണ്. നമ്മൾ പഠിച്ചില്ലയോ നേരത്തെ? ക്യാപിറ്റൽ ടി സ്മാൾ ടി. പക്ഷേ അത് ഫീനോടൈപ്പിൽ എങ്ങനെയായിരുന്നു? ഹൈറ്റ് കൂടുതലായിരുന്നു. അപ്പോഴാ ക്യാരക്ടറിൽ നമുക്ക് ക്യാപിറ്റൽ ടി സ്മാൾ ടി ഉള്ള F1 ജനറേഷനിൽ ആ പ്ലാന്റ് എങ്ങനെയാണ് കാണപ്പെട്ടത്? ഹൈറ്റ് കൂടുതലായിരുന്നു. ആ ഹൈറ്റിൻ്റെ ഫാക്ടർ ഏതാണ്? ക്യാപിറ്റൽ ടി ആണ്. പക്ഷേ സ്മാൾ ടി എന്ന് പറയുന്നത് പൊക്കക്കുറവിൻ്റെ ക്യാരക്ടറാണ്. പക്ഷേ പൊക്കക്കുറവിൻ്റെ ക്യാരക്ടർ അവിടെ എക്സ്പ്രസ് ചെയ്തില്ല. അപ്പോൾ പൊക്ക കൂടുതൽ, അതായത് ഡോമിനൻ്റ് ഫാക്ടറിൻ്റെ സാന്നിധ്യത്തിൽ ആ റിസസീവ് ഫാക്ടർ എന്തു ചെയ്തു പോയി? മാസ്ക് ചെയ്യപ്പെട്ടു, ഒളിക്കപ്പെട്ടു. അങ്ങനെ ഇതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഡിസിമിലർ പെയർ എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ ക്യാപിറ്റൽ ടി സ്മാൾ ടി ആണ്, അല്ലെങ്കിൽ ക്യാപിറ്റൽ ഡബ്ല്യു സ്മാൾ ഡബ്ല്യു, ക്യാപിറ്റൽ ആർ സ്മാൾ ആർ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും വൺ മെമ്പർ ഓഫ് ദി പെയർ ഡോമിനേറ്റ്. ഇവിടുത്തെ ഡോമിനൻ്റ് ഏതാണ്? ക്യാപിറ്റൽ ടി ആണ്. കാരണം അതിൻ്റെ സ്വഭാവമേ എക്സ്പ്രസ് ചെയ്തുള്ളൂ. ഫീനോടൈപ്പിൽ ഹൈറ്റ് മാത്രമേ എക്സ്പ്രസ് ചെയ്തുള്ളൂ. അതർ റിസസീവ്, അതർ ഏതാണ്? പൊക്കക്കുറവ് എന്ന് പറയുന്ന ക്യാരക്ടർ അവിടെ ഒളിച്ചിരിക്കുകയായിരുന്നു, മാസ്ക് ചെയ്യപ്പെട്ടു, ഗുപ്തഗുണമായിട്ട് നിൽക്കുകയായിരുന്നു. അപ്പോൾ ഇത്രയും 3 പോയിൻറ്റ്സാണ് അദ്ദേഹത്തിൻ്റെ ലോ ഓഫ് ഡോമിനൻസ് പറയുന്നത്. നോക്കാം. ഫസ്റ്റ് പോയിന്റ്, ദാറ്റ് ഈസ് ക്യാരക്ടേഴ്സ് ആർ കൺട്രോൾഡ് ബൈ ഡിസ്ക്രീറ്റ് യൂണിറ്റ്സ് കോൾഡ് ഫാക്ടേഴ്സ്. നമ്പർ 2, ഫാക്ടേഴ്സ് occur in pairs. Number 3, in a dissimilar pair of factors, one member of the pair dominates. അതിനാണ് നമ്മൾ ഡോമിനൻ്റ് എന്ന് പറയുന്നത്. അതർ ഏതാണ്? റിസസീവ്. ഇവിടുത്തെ ഡോമിനൻ്റ് ആരാണ്? ക്യാപിറ്റൽ ടി ആണ്. സ്മാൾ ടി റിസസീവുമാണ്. ഇതാണ് ലോ ഓഫ് ഡോമിനൻസ്. അപ്പോൾ ഫസ്റ്റിലാണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ലോ ഓഫ് ഡോമിനൻസ് മലയാളത്തിൽ തന്നെ പ്രകട സ്വഭാവ നിയമം എന്നും അറിയപ്പെടും. സെക്കൻഡ് ലായാണ് ലോ ഓഫ് സെഗ്രിഗേഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോഴാണ് ലോ ഓഫ് പ്യൂരിറ്റി ഓഫ് ഗ്യാമേറ്റ്സ് എന്ന പേരിലും അറിയപ്പെടാറുണ്ട്. ലോ ഓഫ് പ്യൂരിറ്റി ഓഫ് ഗ്യാമേറ്റ്സ്, ലിംഗകോശങ്ങളുടെ സംശുദ്ധതാ നിയമം എന്ന പേരിലും അറിയപ്പെടുന്നു. അപ്പോൾ അതെന്താണ് നമുക്ക് നോക്കാം. ലോ ഓഫ് സെഗ്രിഗേഷൻ. അപ്പോൾ ദിസ് ലോ സ്റ്റേറ്റ് ദാറ്റ് during gamete formation, the 2 factors for a character present in an individual will separate and segregate with each other, so that a gamete receives only one of the 2 factors. അപ്പോൾ ഈ ലാ പറയുന്നതും പ്രകാരം നമുക്ക് ആ എക്സാമ്പിളിലേക്ക് പോകാം. A homozygous parent produces all gametes that are similar. അവരുടെ ഹോമോസൈഗസ് പേരൻ്റൊക്കെ നിങ്ങൾക്ക് അറിയാം. ക്യാപിറ്റൽ ടി എന്ന് പറയുന്ന ഹോമോസൈഗസ് ഡോമിനൻ്റ് ആണ്. സ്മാൾ ടി എന്ന് കൊടുത്തിരിക്കുന്നത് എന്താണ്? റിസസീവ് ഹോമോസൈഗസ് പേരൻ്റാണ്. അപ്പോൾ അതിൽ നിന്ന് ഗ്യാമേറ്റ് ഉണ്ടാകുമ്പോഴത്തേക്ക് നോക്കിക്കേ, ഗ്യാമേറ്റ്സ് ഫോം ചെയ്യുന്നത് ക്യാപിറ്റൽ ടി നിന്നും ഓരോ ക്യാപിറ്റൽ ടി വീതം ഉണ്ടായിരിക്കുകയാണ്. സ്മാൾ ടി എന്ന് പറയുന്ന റിസസീവ് പേരൻറ്റിൽ നിന്നുണ്ടായ ഗ്യാമേറ്റ് ഏതാണ്? സിമിലർ ഗ്യാമേറ്റ്സ് ആണ്. ഒരേ ടൈപ്പിലുള്ള ഗ്യാമേറ്റ്സ് ആണ് അവരിൽ നിന്ന് ഉണ്ടാകുന്നത്. അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി ഇപ്പുറത്ത് ഹെട്രോസൈഗസ് ആയിട്ടുള്ള പേരൻ്റ് നിങ്ങൾ നോക്കിക്കേ. ഹെട്രോസൈഗസ് 1 പ്രൊഡ്യൂസസ് 2 kinds ഓഫ് ഗ്യാമേറ്റ്സ്. അപ്പോൾ ഹെട്രോസൈഗസ് ക്യാപിറ്റൽ ടി സ്മാൾ ടി ആയിരുന്നു. നമ്മൾ F1 ഹൈബ്രിഡ് നമ്മൾ പഠിച്ചതാണ്. ക്യാപിറ്റൽ ടി സ്മാൾ ടി. 2 kinds ഓഫ് ഗ്യാമേറ്റ്സ് ആണ് അവിടെ നമ്മൾ കാണുന്നത്. ക്യാപിറ്റൽ ടിയും ഉണ്ട്, സ്മാൾ ടിയും ഉണ്ട്. ഈച്ച് ഹാവിങ് 1 allele വിത്ത് ഈക്വൽ പ്രൊപ്പോർഷൻ. അപ്പോൾ അതിൽ നിന്ന് ഗ്യാമേറ്റ് ഫോം ചെയ്തപ്പോഴത്തേക്കും ഏതൊക്കെ ഉണ്ടായി? ക്യാപിറ്റൽ ടിയും സ്മാൾ ടിയും ഉണ്ടായി.
അപ്പോഴതാ പറഞ്ഞത് ഈക്വൽ പ്രൊപ്പോർഷനിലാണ് ഉണ്ടായിരിക്കുന്നത് രണ്ട്. അപ്പോൾ ഈ ഗ്യാമീറ്റുകൾ എത്ര കാലം ഈ പ്ലാന്റിൽ ഒരുമിച്ചിരുന്നാലും അത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്യത്തില്ല, മിക്സ് ചെയ്യാതെ സെപ്പറേറ്റായിട്ട് തന്നെ അടുത്ത തലമുറയിലേക്ക് പോകുമെന്നാണ് പറയുന്നത്. അതായത് ക്യാപിറ്റൽ ടിയും സ്മാൾ ടിയും, അതായത് പൊക്ക കൂടുതലിൻ്റെ ക്യാരക്ടറും പൊക്ക കുറവിൻ്റെ ക്യാരക്ടറും കൂടെ ഒരുമിച്ചിരുന്നാലും അതിൽ നിന്ന് ഗ്യാമേറ്റ് ഫോം ചെയ്യുമ്പോഴത്തേക്കും എന്താണ് അറ്റോൾ പൊക്ക കൂടുതലെന്ന് പറയുന്ന സ്വഭാവം അതിൻ്റെ ഗ്യാമേറ്റിൽ കൂടെയും പൊക്കക്കുറവിൻ്റെ കാരണമായിട്ടുള്ള സ്മാൾ ടി അതിൻ്റെ ഗ്യാമേറ്റിൽ കൂടെയും വേർതിരിഞ്ഞു പോകും. യാതൊരു കാരണവശാലും ആ രണ്ട് ക്യാരക്ടറും കൂടെ മിക്സ് ചെയ്യുന്നില്ല. അതാണ് ലോ ഓഫ് പ്യൂരിറ്റി ഓഫ് ഗ്യാമേറ്റ്, ലിംഗകോശങ്ങളുടെ സംശുദ്ധതാ നിയമം എന്ന് പറയുന്നത്. വേർതിരിഞ്ഞു പോകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നേരെ മറിച്ച് നമ്മൾ ഇപ്പുറത്ത് നോക്കിയപ്പോഴത്തേക്കും ഹോമോസൈഗസ് ആയിട്ടുള്ള കണ്ടീഷനാണെങ്കിൽ സിമിലർ ഗ്യാമേറ്റ്സ് ആണ്. പക്ഷേ ഹെറ്ററോസൈഗസ് ആയിട്ടുള്ള പേരൻ്റ് പ്രൊഡ്യൂസ് ചെയ്തത് എന്താണ്, ഡിസ്സിമിലർ ഗ്യാമേറ്റ്സ് ആണ്. നമുക്ക് ഒന്നുകൂടെ പോകാം ലോയിലേക്ക്. ദിസ് ലോ സ്റ്റേറ്റ് ദാറ്റ് ഡ്യൂറിങ് ഗ്യാമേറ്റ് ഫോർമേഷൻ 2 factors ഫോർ എ ക്യാരക്ടർ പ്രസൻറ്റ് ഇൻ ആൻ ഇൻഡിവിജ്വൽ. അവിടുത്തെ 2 factors ഏതൊക്കെയാണ് നമ്മളിപ്പോൾ കണ്ടത്? ഹെറ്ററോസൈഗസിലാണെങ്കിൽ ടോളും ഉണ്ടായിരുന്നു, ഡോർഫും ഉണ്ടായിരുന്നു, അല്ലേ? അതാണ് 2 factors ഫോർ എ ക്യാരക്ടർ ഇൻ ആൻ ഇൻഡിവിജ്വൽ വിൽ സെപ്പറേറ്റ്. അത് സെപ്പറേറ്റ് ചെയ്ത് എന്തൊക്കെയായി? ക്യാപിറ്റൽ ടിയും സ്മാൾ ടിയുമായി. ആൻഡ് സെഗ്രിഗേറ്റ് വിത്ത് ഈച്ച് അതർ. അവർ വേർതിരിഞ്ഞ് പോയി. ഗ്യാമേറ്റ് ഫോം ചെയ്തപ്പോഴത്തേക്ക് എന്ത് ചെയ്തു? വേർതിരിഞ്ഞ് സെപ്പറേറ്റ് ഗ്യാമേറ്റുകളിൽ കൂടെ അടുത്ത തലമുറയിലേക്ക് പോയി എന്നാണ് പറയുന്നത്. സോ ദാറ്റ് എ ഗ്യാമേറ്റ് റിസീവ്സ് ഓൺലി വൺ ഓഫ് ദി 2 factors. അതായത് ക്യാപിറ്റൽ ടിക്ക് ടാളെന്ന് പറയുന്ന ക്യാരക്ടറിൻ്റെ സ്വഭാവമേ കിട്ടിയുള്ളൂ, ഫാക്ടറേ കിട്ടിയുള്ളൂ. സ്മാൾ ടി എന്ന് പറയുന്ന ഗ്യാമേറ്റിന് ഡോർഫ് പൊക്കക്കുറവിൻ്റെ ക്യാരക്ടർ മാത്രമേ കിട്ടിയുള്ളൂ. അതാണ് പറയുന്നത്. സോ ദാറ്റ് എ ഗ്യാമേറ്റ് റിസീവ്സ് ഓൺലി വൺ ഓഫ് ദി 2 factors. ഇതിനെയാണ് ലോ ഓഫ് സെഗ്രിഗേഷൻ അല്ലെങ്കിൽ ലോ ഓഫ് പ്യൂരിറ്റി ഓഫ് ഗ്യാമേറ്റ്സ് അല്ലെങ്കിൽ ലിംഗകോശങ്ങളുടെ സംശുദ്ധത നിയമം എന്നറിയപ്പെടുന്നത്. മെൻ്റലിൻ്റെ ഫസ്റ്റ് ലോയും സെക്കൻഡ് ലോയും നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ രണ്ടും കാണാതെ പഠിച്ചു വയ്ക്കണം. അത് എക്സാമ്പിളും പ്രധാനമായിട്ടും നോട്ട് ചെയ്ത് വയ്ക്കണം. വളരെ പ്രധാനം.